ലോകരാജ്യങ്ങൾ മുഴുവനും ഉറ്റുനോക്കുന്ന ചെറു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ കുറിച്ചും ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുമുള്ള ബൈബിൾ പ്രവചനങ്ങൾ പലതും നിറവേറി ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നു. ചില പ്രവചനങ്ങൾ ഇപ്പോഴും നിറവേറിക്കൊണ്ടിരിക്കുന്നു. പല പ്രവചനങ്ങളും നിറവേറുവാനുമുണ്ട്. ഇസ്രായേലിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു വാഗ്ദത്തമാണ് കനാൻ ദേശം. ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിലെത്തിക്കാൻ ദൈവം നിയോഗിച്ചത് മോശയെയാണ്. എന്നാൽ 40 വർഷം മോശ ഇസ്രായേൽ ജനത്തെ നടത്തി. ആ യാത്രയിൽ യോർദാനിലെ നെബോ പർവ്വതത്തിൽ വെച്ച് അവൻ മരിച്ചു. തുടർന്ന് കനാൻ നാട്ടിലേക്ക് ജനത്തെ നയിക്കുവാൻ നിയോഗിക്കപ്പെട്ടത് യോശുവയാണ്. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ പാലും തേനും ഒഴുകുന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ഭൂമിയിലെത്തി. ഇത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ കനാൻ ദേശം പാലും തേനും ഒഴുകുന്ന ദേശം ആയിരുന്നുവോ, അതോ ആലങ്കാരികമായി എഴുതപ്പെട്ടതാണോ? അതെ, കനാൻ ദേശം പാലും തേനും ഒഴുകുന്ന ദേശം തന്നെയായിരുന്നു. അത് ആലങ്കാരികമായ വാക്കുകളല്ലായിരുന്നു. കാരണം അന്ന് കനാൻ നാട്ടിൽ അവിടെയുണ്ടായിരുന്ന പശുക്കളും എരുമകളും ലിറ്റർ കണക്കിന് പാല് ആരും ചുരത്തുവാനില്ലാതെ തങ്ങളുടെ അകിടുകളിൽ നിറച്ചുകൊണ്ട് അസ്വസ്ഥരായി നടന്നിരുന്നു. കാരണം ഇത്രയധികം പാല് അന്ന് ആവശ്യമുണ്ടായിരുന്നില്ല. തന്മൂലം ആയിരക്കണക്കിന് പശുക്കളിൽ നിന്നും പാല് കറന്നെടുക്കുവാൻ ആരും ചെന്നിരുന്നില്ല. അതുമൂലം പശുക്കൾ പാൽ സ്വയം ചുരത്തുമായിരുന്നു. ഈ പാല് ചെറിയ അരുവി പോലെ പതഞ്ഞ് ഒഴുകുമായിരുന്നു. അതാണ് കനാൻ ദേശത്ത് പാൽ ഒഴുകുന്ന ദേശമെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ വേനൽക്കാലത്ത് മണ്ണുകൾ പൊട്ടിക്കീറി വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ ആ വിള്ളലുകളിൽ തേനീച്ചകൾ കൂടുണ്ടാക്കും. മണ്ണ് മഴ പെയ്ത് കുതിരുമ്പോൾ വീണ്ടും പൊട്ടിക്കീറിയ ഭാഗങ്ങൾ ഒന്നിച്ച് തമ്മിൽ ചേരും. ആ സാഹചര്യത്തിൽ അതിനുള്ളിലെ തേനീച്ച കൂടുകളിൽ നിന്നും തേൻ മുകളിലേക്ക് ഒഴുകും. അതുകൊണ്ടാണ് കനാൻ ദേശം തേൻ ഒഴുകുന്ന ദേശമെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന് ഫലപുഷ്ടമായ ദേശമെന്നും അർത്ഥമുണ്ട്. അത്തി, മാതളം, മുന്തിരി എന്നിവയാൽ സമൃദ്ധമായ നാടായിരുന്നു കനാൻ. യവവും ഗോതമ്പും നന്നായി വിളഞ്ഞിരുന്ന നാടായിരുന്നു കനാൻ. ഇതെല്ലാം കൊണ്ടും തന്നെ അക്ഷരാർത്ഥത്തിൽ കനാൻ ദേശം ദൈവത്തിന്റെ വചനം പോലെ പാലും തേനും ഒഴുകുന്ന ദേശം തന്നെയായിരുന്നു.